സ്റ്റോക്ക് എക്സോസ്റ്റിലാണ് ഈ സൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിലൊരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റ് ഒക്കെ ഇടുമ്പോൾ ഉള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. ഹായ് ഹലോ റെപ്സോൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വൺ ഓഫ് ദി റയറസ്റ്റ് ബൈക്കാണ് ഗൈസ്. അതെ, നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ ഫാറ്റ് ബോബ് 107 ആണ് നമ്മുടെ ഇന്ന് കൂടെ ഉള്ളത്. നമുക്ക് ഒട്ടും സമയം കളയാതെ കംപ്ലീറ്റ്ലി ഇതിൻ്റെ സ്പെക്ക് ആൻഡ് ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്, ഒരു റെഡ് ആൻഡ് ഒരു ബ്ലാക്ക് കളർ ഫിനിഷിലാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ഫാറ്റ് ബോബ് ഇതിൽ വരുന്നത്. ഇപ്പോൾ ഒരു മെയ്ഡ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്, മെയ്ഡ് ബ്ലാക്ക് ആൻഡ് മെയ്ഡ് റെഡ് ഫിനിഷിലാണ് വരുന്നത്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കുറച്ച് ഗ്ലോസി ബ്ലാക്ക് എലമെൻറ്റ്സും കാണാൻ സാധിക്കുന്നത്. അതായത് നമ്മുടെ ഫ്യൂർ ക്യാപ്പ് ലിഡ് ആയാൽ പോലും പിന്നെ USD ഫോക്ക് പ്രൊട്ടക്ടേഴ്സിൻ്റെ അവിടെയൊക്കെ നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കാണാൻ സാധിക്കുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി LED ആയിട്ടുള്ള ഹെഡ്ലൈറ്റ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഒരു ഐസ് ക്യൂബിൻ്റെ ഷേപ്പ് പോലെയൊക്കെ കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ആ LED ഹെഡ്ലൈറ്റ്സ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ് ഇതിൽ വരുന്നത്. ടെയിൽ ലൈറ്റ്സിലോട്ട് നോക്കുമ്പോൾ നമ്മുടെ ഹിമാലയൻ 450 വരുന്ന പോലെ ഇൻറ്റഗ്രേറ്റഡ്, അതായത് ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റും ഇൻഡിക്കേറ്ററും കൂടെ സിംഗിളായിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ലുക്ക് വൈസ് മാത്രമല്ല, ഇതിൻ്റെ എഞ്ചിനിലോട്ട് നോക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് തിരിച്ച് ചിന്തിപ്പിക്കുന്ന രീതിയിലാണ് എഞ്ചിൻ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊരു ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്, അതായത് ഒരു V10 എഞ്ചിനാണ് വരുന്നത്. ഒരു V ഷേപ്പൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു 1745 cc എഞ്ചിനാണ്. അത് നിങ്ങൾ കേട്ടത് കറക്റ്റാണ്, ഒരു 1745 cc എഞ്ചിൻ. ഇത് കേട്ട് പേടിക്കണ്ട, കാരണം ഇതിനൊരു ചേട്ടൻ കൂടിയുണ്ട്, ഒരു 114 എന്ന് പറയുന്നത്. അതിലേക്ക് 1863 cc എഞ്ചിനാണ് ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സൊക്കെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. ഹാർലി ഡേവിഡ്സന് ഒരു പ്രത്യേകത ഉണ്ട്, അവർക്ക് ഈ BHP ഒന്നും അങ്ങനെ റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷെ നമുക്ക് റിവ്യൂവിന് എന്തായാലും വേണമല്ലോ. അങ്ങനെ ജസ്റ്റ് ഞാൻ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത ടൈം കാണാൻ സാധിച്ചത് ഈ 1745 cc എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു 93.5 BHPയും ഒരു 145 Nm ഓഫ് ടോർക്കുമാണ്. അതെ, വൺ ഓഫ് ദി ടോർക്കിയസ്റ്റ് മോട്ടോർ സൈക്കിളാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ ഈ ഫാറ്റ് ബോബ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, നമ്മുടെ ഹെഡറിൽ നിന്ന് ഡയറക്റ്റ് നമ്മുടെ എക്സോസ്റ്റിലോട്ട് പോകുന്നത്. അതായത് ഒരു ട്വിൻ എക്സോസ്റ്റ്, ഒരു ഡ്യുവൽ എക്സോസ്റ്റ് സിസ്റ്റമാണ് നമ്മുടെ ഈ ഫാറ്റ് ബോബിൽ വരുന്നത്. ഇപ്പോൾ കറൻ്റ് ഇത് സ്റ്റോക്ക് എക്സോസ്റ്റ് തന്നെയാണ്. എന്നാൽ ഇതിൻ്റെ ഓണേഴ്സൊക്കെ കുറേ പേരൊക്കെ ഇതിൻ്റെ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്ത് വേറെ ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റിലൊക്കെ പോകുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷനിലോട്ട് നോക്കുമ്പോൾ ഒരു 43 mm USD ഫോക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. റിയർ സൈഡ് ഒരു മോണോ ഷോക്കാണ്. ഈ റിയർ സൈഡ് വരുന്ന മോണോ ഷോക്ക് നമുക്ക് കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റബിൾ ആണ്. ഈ ഒരു സംഭവം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിൻ്റെ കംപ്രഷനും റീബൗണ്ടും ഒക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യാം. സോഫ്റ്റർ ആണോ സ്റ്റിഫർ ആണോ ആവശ്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതനുസരിച്ച് ഓൺ സ്പോട്ട് മാറ്റാൻ സാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ റിയർ സസ്പെൻഷൻ സെറ്റ് ചെയ്തേക്കുന്നത്. ആ ഒരു കാര്യത്തിൽ ഒരു പ്ലസ് പോയിന്റ് തന്നെ കൊടുക്കണം ഹാളിക്ക്. നമുക്ക് എന്തായാലും ഇതിൻ്റെ സീറ്റായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാം. സീറ്റായിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ലോവേഡ് ആയിട്ടുള്ള ഒരു ബൈക്കാണ് കേട്ടോ ഗൈസ്. അപ്പോൾ സീറ്റായിട്ട് പറയുമ്പോൾ ലൈക്ക് വെറും 710 mm ആണ് സീറ്റായിട്ട് വരുന്നത്. അതെ, ഒരു ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് പോലും കംപ്ലീറ്റ്ലി പ്ലാനറ്റ് ഫുഡ് കിട്ടുന്ന രീതിക്കുള്ള ഒരു സീറ്റായിട്ടാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ഫാറ്റ് ബോബിൽ വരുന്നത്. ജസ്റ്റ് സീറ്റായിട്ട് മാത്രമാണ്. എന്നാൽ ഇതിൻ്റെ വെയിറ്റ് വരുന്ന അപാരമാണ്. ലൈക്ക് 308 കിലോഗ്രാമാണ് നമ്മുടെ ഈ ഹാർലി ഡേവിഡ്സൺ ഫാറ്റ് ബോബ് വരുന്നത്. അത്യാവശ്യം കുറച്ചൊന്ന് വെയിറ്റ് കൂടിയൊരു ബൈക്കാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സൺ. എന്ന് വെച്ച് കുറച്ചൊന്ന് പാടാണ് പാർക്കിംഗ് ലോട്ടിൽ നിന്നൊക്കെ മൂവ് ചെയ്യാവുന്ന കാര്യത്തിൽ. പക്ഷേ റൈഡിങ്ങിൻ്റെ ടൈം കംപ്ലീറ്റ്ലി ഇത് മാറ്റുന്നത്. എത്ര വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ എത്ര ക്രോസ് വിൻഡ് വന്നാലും അനങ്ങത്തില്ല, ഒന്നും കുലുങ്ങത്തില്ല. എന്ന രീതിയിലാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ ഫാറ്റ് ബോബ് അത്യാവശ്യം നമ്മൾ ക്രൂസ് ചെയ്ത് പോകുന്ന ടൈം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ മീറ്റർ കൺസോൾ, നമ്മുടെ ഹാൻഡിൽ ബാർ സ്വിച്ചസിലോട്ട് നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ മീറ്റർ കൺസോളിൽ ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ച്, ഹോണ്, പിന്നെ നമ്മുടെ ബ്രൈറ്റ് പാസ് അങ്ങനെ സ്വിച്ചൊക്കെ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത സിംഗിൾ യൂണിറ്റാണ്. പിന്നെ വരുന്നത് ലെഫ്റ്റ് സൈഡിലോട്ട് പോകേണ്ട ഇൻഡിക്കേറ്റർ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലോട്ട് പോകേണ്ട ഇൻഡിക്കേറ്റേഴ്സ് റൈറ്റ് സൈഡിലുമാണ്. പിന്നെ കിൽ സ്വിച്ച്, അതേപോലെ തന്നെ ഹസാർഡ്, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മീറ്റർ കൺസോളിലോട്ട് നോക്കുമ്പോൾ ഒരു അനലോഗ് ആൻഡ് ഒരു ഡിജിറ്റൽ കോമ്പിനേഷനിലാണ് കാണാൻ സാധിക്കുന്നുണ്ട്. 8000 RPM വരെ റെഡ് ലൈൻസ് സാധിക്കുന്നുണ്ട്. 5500 റെഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വാർണിംഗ് സിമ്പിൾസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡിജിറ്റലിലോട്ട് നോക്കുമ്പോൾ ഇവിടെ ഫ്യൂൽ ഇൻഡിക്കേഷൻ, സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, പിന്നെ ട്രിപ്പ് ബി, ടൈം എന്നിങ്ങനെ കുറേ ഡീറ്റെയിൽസ് കൂടെ കാണാൻ സാധിക്കുന്നത്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ നമ്മുടെ അനലോഗ് ഡിജിറ്റൽ മീറ്റർ കൺസോളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് മീറ്റർ കൺസോളിൻ്റെ ഒരു കാര്യങ്ങളായിട്ട് പറയാൻ സാധിക്കുന്നത്. പിന്നെ മിക്ക ഹാളിയെ പോലെ തന്നെ ഇതിൻ്റെ ഫ്യൂൽ ക്യാപ്പ് ഓൾമോസ്റ്റ് സൈഡിലോട്ടാണ് വരുന്നത്. ഫ്യൂൽ ടാങ്ക് വരുന്നത് ഓൾമോസ്റ്റ് ഒരു 15 liters ഓഫ് ഫ്യൂൽ ടാങ്കാണ് നമ്മുടെ ഹാർലി ഡേവിഡ്സണിലോട്ട് വരുന്നത്. മൈലേജ് ഫിഗേഴ്സ് പറയുന്നത് ലൈക്ക് ഒരു 15 to 20 കിട്ടുന്നുണ്ടെന്നാണ്. നമുക്ക് അത്യാവശ്യം 15 to 20 ഒരു 1700 cc എഞ്ചിൻ അത്യാവശ്യം നല്ല ഗുഡ് നമ്പേഴ്സാണ് ഗൈസ്, കേട്ടോ ഗൈസ്. 15-20 കേൾക്കുന്നത്. ഓക്കെ ഗൈസ്, നമുക്ക് ഇതിൻ്റെ ബ്രേക്കിങ്ങിലോട്ട് നോക്കാം. അതിൻ്റെ ബ്രേക്കിങ്ങിലോട്ട് നോക്കാം.
ഫ്രണ്ട് സൈഡ് വരുന്നത് 300 മില്ലിമീറ്ററിൻ്റെ ഡ്യുവൽ ഡിസ്ക്കാണ് വരുന്നത്. അത്യാവശ്യം വേണ്ട ബ്രേക്കിംഗ് ഒക്കെ നമ്മുടെ ഹാർലി ഡേവിഡ്സൺ ഫാറ്റ് ബോബ് തരുന്നുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ടയർ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. 150 സെഷൻ്റെ ടയേഴ്സാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത്. എന്ത് വലിയ ടയേഴ്സാണെന്ന് അറിയാമോ. ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് വരുന്നത് ഈ ടേണിംഗ് ഒക്കെ ഭയങ്കര ഒന്ന് ഹാർഡായിരിക്കും ഇത് റൈഡിങ് ടൈം. പിന്നെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്ന വെറും 120 മില്ലിമീറ്ററാണ്. അത് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ ഒരു ബൈക്ക് കൂടിയാണ് നമ്മുടെ ഈ ഹാർലി ഡേവിഡ്സൺ ഫാറ്റ് ബോബ്. അതുകൊണ്ടാണ് ഇത്രയും നല്ല സീറ്റായിട്ടും കുറവ് കിട്ടുന്നത്. പിന്നെ റിയർ സൈഡ് നോക്കുമ്പോൾ ഒരു 295 മില്ലിമീറ്ററിൻ്റെ സിംഗിൾ ഡിസ്ക്കാണ് റിയർ സൈഡ് വരുന്നത്. ബ്രേക്കിംഗ് കമ്പൈൻഡ് ബ്രേക്കിംഗ് തന്നെ വേണ്ടി വരും നമ്മുടെ ഈ ബൈക്ക് ഒന്ന് പിടിച്ച് നിർത്താൻ വേണ്ടിയിട്ട്. കാരണം അത്രമാത്രം വെയിറ്റും അതേപോലെ ടോർക്കി ആയിട്ടുള്ള എഞ്ചിനുമാണിത്. പിന്നെ ടയർ സെഷൻ നോക്കുമ്പോൾ കാണാമല്ലോ എന്ത് വൈഡറായിട്ടുള്ള ടയേഴ്സ് എന്നാണ്. ഒരു 180 സെഷൻ്റെ ടയേഴ്സാണ് റിയർ സൈഡ് വരുന്നത്. ഇതിൻ്റെ ഇത്രയും വലിയ ഫാറ്റ് ടയേഴ്സ് ആയതുകൊണ്ട് തന്നെ പറഞ്ഞല്ലോ ഇത് ടേണിങ് ടൈം കുറച്ചൊന്ന് പാടാണ്, ഈവൻ റൈഡിങ് ടൈം ആയപ്പോലും. അതൊക്കെ തന്നെയാണ് ഇതിൻ്റെ ഒരു സ്പെക്കൊക്കെ പറയാനായിട്ടുള്ളത്. നമുക്കെന്തായാലും ഇതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. സൗണ്ട് ചെക്കൗട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ കീ വരുന്ന ഫ്രണ്ടിലാണ് കേട്ടോ. അതിലേക്ക് അവഞ്ചറിലൊക്കെ വരുന്ന പോലെ. അവഞ്ചറിൽ ഇവിടെയാണോ അതോ താഴെയാണോ സീറ്റിൽ? എന്തായാലും ഇതിൻ്റെ കീ വരുന്ന ഫ്രണ്ടിലാണ്. ജസ്റ്റ് ഓണാക്കി ഇഗ്നിഷൻ ഫ്യൂവൽ പമ്പൊക്കെ റെഡി ആയി വരട്ടെ. എൻ്റെ മോനെ ഒരു റൗഡി എക്സോസ്റ്റ് പോലെയാണല്ലോ. ആ ബൈക്ക് 1 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 1000 RPM തന്നെ അത്യാവശ്യം കുഴപ്പമില്ല. എക്സോസ്റ്റ് ത്രോട്ടിൽ ജസ്റ്റ് ഒന്ന് കൊടുക്കുവാണേ. എൻ്റെ മോനെ ഈ സ്റ്റോക്ക് എക്സോസ്റ്റിലാണ് ഈ സൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിലൊരു ആഫ്റ്റർ മാർക്കറ്റ് എക്സോസ്റ്റൊക്കെ ഇടുമ്പോൾ ഉള്ള കാര്യം ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ പൊന്നു, ഇജാതി ഒരു റൗഡി എക്സോസ്റ്റൊക്കെ തന്നെയാണ് ഇതിൽ കൊടുത്തേക്കുന്നത് തന്നെ സ്റ്റോക്കായിട്ട്. കൊള്ളാം. ഓക്കെ, എന്തായാലും നമുക്കൊരു ഷോർട്ട് റൈഡ് പോവാം ഹാർലി എടുത്തിട്ട്. Quack.